പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവിധ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സിസ്റ്റർ ജോമോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും അച്ഛൻ അവസാനം അഭിഷേക പ്രാർത്ഥനയും ആശീർവാദവും നൽകി കർത്താവ് നിങ്ങളെ ബന്ധനവിമുക്തരാക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആശീർവാദത്തിലേക്ക് പോകുന്നത്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ
ഒഴികെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ആരാധന, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാലി സെബാസ്റ്റ്യൻ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തിരുമാറാടി ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മൂത്ത മകൾ സൗമ്യ, ഇത് ഹസ്ബൻഡ് ഫെബിൻ, ഇത്
അമ്മ ഞങ്ങൾക്ക് തന്ന 2 കുഞ്ഞുങ്ങൾ. 7 വർഷമായിട്ട്, വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 2 തവണ പ്രഗ്നൻ്റ് ആയെങ്കിലും ഞങ്ങൾക്ക് അവർ നഷ്ടമാവുകയാണ്, കിട്ടിയില്ല. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് 2021 ഡിസംബർ 6-ാം തീയതി ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം, എനിക്കൊരു കൃപാസനം പത്രം എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സഹോദരി എനിക്ക് കൊണ്ടുതന്നിരുന്നു. പത്രം വായിച്ച് അതുമുതൽ പത്രത്തിൽ വെച്ച് മാതാവിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. 2021 ഡിസംബർ 6-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി പ്രകാരം ഉടമ്പടത്തിൽ നിയമം വെച്ചിരുന്നു. അങ്ങനെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് 21 ഡിസംബർ 21-ാം തീയതി തന്നെ എൻ്റെ മോള് പ്രഗ്നൻ്റായി. 2 തവണ അത് പോയെങ്കിലും പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും നമുക്ക് ഫലമുണ്ടായില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു കുഞ്ഞിനെ കൂടെ തന്ന് അമ്മ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറേ സ്ഥലം കനാലിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു 7.5 സെൻറ്റ് സ്ഥലം പോയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ടും അതങ്ങനെ പൈസ കിട്ടാതെ കിടക്കുമായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഓഫീസിൽ ചെന്നപ്പം ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങളുടെ അദ്ദേഹം ഇരിക്കുന്ന മേശയ്ക്ക് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ നെയിൻ ബോർഡിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അമ്മ എത്രയും പെട്ടെന്ന് ഈ പൈസയൊന്ന് പാസ്സാക്കി കിട്ടുവാണെങ്കിൽ ഉള്ള കടങ്ങളൊക്കെ കുറച്ചൊന്ന് ആശ്വാസമായേനെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടാനുള്ള തുക മുഴുവൻ കിട്ടുകയും ഞങ്ങളുടെ കടബാധ്യതകൾക്ക് ഞങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഒരു വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും ഒരു മേലായിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനടക്കം കുടുംബത്തിലെല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച്, ആർക്കും അസ്വസ്ഥത തോന്നുന്നു കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണേലും അത് മാറിക്കിട്ടുന്ന ഒരനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ, മാതാവ് ഈശോ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഞങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ ചെറുകിട വ്യവസായമാണ്. ഞങ്ങളുടെ ഫർണിച്ചറിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അവിടെ ഈ ഒരു സമയത്ത് കച്ചവടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കുറവുള്ള സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പ് ഞങ്ങളുടെ കടകളിൽ കൊണ്ട് സൈഡിൽ കൂടെയൊക്കെ വിതറുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും തൈലം കൊണ്ട് കടയുടെ ഫ്രണ്ടിൽ കട്ടളപ്പടിയുടെ അവിടെ കുരിശ് വരയ്ക്കുകയും ചെയ്യും. കട്ടളപ്പടിയിലെ ഷട്ടറിൻ്റെ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഉപ്പ് കടയ്ക്ക് ചുറ്റുമിടും. അങ്ങനെ ഞങ്ങൾക്ക് കച്ചവടങ്ങളൊക്കെ അന്നേരത്തെ ആവശ്യത്തിന് നടക്കാനുള്ള കച്ചവടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഇടയ്ക്കൊന്ന് മുറ്റത്തൊന്ന് തെറ്റി വീണായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് പലതവണ വീണിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ ഒരു സംരക്ഷണം മൂലം എനിക്ക് സംരക്ഷണം ഉള്ളത് കൊണ്ട് എനിക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അന്നത്തെ വീഴ്ചയെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായൊരു വീഴ്ചയായിരുന്നു. പെട്ടെന്ന് നടന്നു പോയപ്പോൾ കാല് സ്ലിപ്പായി തെറ്റിപ്പോയി. എടുത്തടിച്ചതുപോലെ ഞാൻ കാലെ പിടിച്ചലക്കുന്ന പോലെ ഇരുന്ന് എൻ്റെ വീഴ്ച. ആ വീഴ്ചയിൽ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം എൻ്റെ ഒരു വശത്തെ ആരാമാരിയെല്ലാം മുഴുവൻ ഒടിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്ര വലിയ വീഴ്ചയായിരുന്നു. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ മാതാവേ, എൻ്റെ കൃപാസനമ്മയെന്ന് ഞാനൊന്ന് വിളിച്ചു. എന്നെ കിടത്തല്ലേ എന്ന് പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ. അപ്പോൾ ഒരു വശം മുഴുവൻ വേദനയായിരുന്നു. എങ്കിലും ഞാൻ എഴുന്നേറ്റ് പിന്നെ ഒരാഴ്ചത്തേന് വേദന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പിന്നെ ഡോക്ടറെ അടുത്ത് പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആ ഒരു വശത്തെ അരമാരി മുഴുവൻ ഒടിഞ്ഞെന്ന് അത്രയും വീഴ്ചയായിരുന്നു. അമ്മയുടെ വലിയൊരു സംരക്ഷണമാണ് അവിടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വീട്ടിലാണേലും ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഇതുവരെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കില്ല. 2021 ഞാൻ ഉടമ്പടി എടുത്തതാണ് ഡിസംബർ മാസം. ഇതുവരെ ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥന മുടക്കിയിട്ടില്ല. പിന്നെ ഇടയ്ക്കൊരു ഇച്ചിരി ഗ്യാപ്പ് വന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടായപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അതുപോലെ തന്നെ മോളുടെ വിസയ്ക്ക് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു പോകാനായിട്ട് ഇറ്റലിക്ക് പോകാനുള്ള വിസ ശരിയായി കിട്ടി കഴിഞ്ഞ ദിവസമാണ്.
അതിൻ്റെ ഫോട്ടോയുണ്ട് കയ്യിലേക്ക് വാങ്ങിച്ചില്ല, ഫോട്ടോയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തെ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും നേരത്തെ ഒരു പ്രാർത്ഥന ചുറ്റുപാടും അന്തരീക്ഷവും ഒക്കെ അപ്പാടെ മാറി കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെയും അതുപോലെ തന്നെ പള്ളിയിൽ പോകാനും ഞായറാഴ്ച ഒരിക്കലും മുടക്കിയല്ല. അല്ലാത്ത ദിവസങ്ങളിൽ ഇടദിവസങ്ങളെല്ലാം പറ്റുന്നിടത്തോളം ദിവസം പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ട് വളരെ നല്ല ഒരു ഉയർച്ച ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് കുറേ സമയം ഒരു ഉച്ച കഴിയണ വരെ ഞാനിരുന്നു പ്രാർത്ഥിച്ച്. ഞങ്ങളുടെ കുടുംബസമേതമായിരുന്നു. ഇവരിപ്പോൾ ഇല്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇളയ മോളുമായിരുന്നു വന്നുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട്. ഇപ്പോൾ മോള് ജോലിക്ക് പോയതുകൊണ്ട് എന്നും എല്ലാ മാസവും വരാൻ പറ്റിയില്ല. എന്നാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ മാസവും ഇവിടെ വരും. വന്ന് ഇവിടെ കുറേ നേരം അമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പത്രങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികളുടെ വാർഡിലും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ ഞങ്ങളുടെ ആ പരിസരത്തുമൊക്കെയുള്ള വീടുകൾ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വരെ ഞാൻ കാണിച്ചാണ് കൊടുക്കുക. എൻ്റെ രോഗസൗഖ്യങ്ങളൊക്കെ ഞാൻ 2 സാക്ഷ്യം ഇതിനു മുമ്പ് ഈ പരിശുദ്ധമായ ആൾത്താരിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ അനാഥാലയത്തിൽ കഴിഞ്ഞ മാസം ഞാൻ ഒരു അനാഥാലയത്തിൽ പോയി. അവിടെ ഒരു 28ഓളം കണ്ട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എന്നെക്കൊണ്ടാവുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ കാപ്പിക്കുള്ളതും ചോറ് ഊണിനുള്ളതും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അതുപോലെ ഞങ്ങളാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും എല്ലാം ഞങ്ങളെ എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിൽ ആരോടെങ്കിലും എനിക്ക് ഈ അമ്മയെപ്പറ്റി പറയാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനും എനിക്ക് അവസരങ്ങൾ ഒരുങ്ങാൻ ഒത്തിരി പേരോട് പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അമ്മയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. വീടില്ലാത്തവരും രോഗികളായിട്ടുള്ളവരും അങ്ങനെയൊക്കെ എന്നോട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അക്രൈസ്തവരായ ആളുകൾക്ക് രോഗികളായിട്ടുള്ള ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പം ഈ കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കൊരിച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ കാശുരൂപം, ഉപ്പ്, കൊന്ത, പ്രാർത്ഥന പുസ്തകം, അമ്മയുടെ പ്രതിഷ്ഠാനത്തിൻ്റെ പ്രാർത്ഥന പുസ്തകം ഇതെല്ലാം എന്നാൽ പറ്റുന്ന പോലെ ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട് ഓരോരുത്തർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഉപ്പ് കിട്ടിയപ്പോൾ ആ അമ്മയുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. അതിനൊരു മകള് സംസാരിക്കാൻ വയ്യാത്തതുണ്ട്, പിന്നെ ഒരാൾ ക്യാൻസറായിട്ട് കിടക്കുവാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇതും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥ, അതിൻ്റെ സന്തോഷം അതിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായാലും മറ്റുള്ളവരെ സഹായിക്കാനായാലും 2 ആഴ്ചയിൽ ഒരിക്കലും ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. പിന്നെ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളായിരുന്നു. പെട്ടെന്ന് ഞാൻ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവൃത്തികളൊക്കെ ഇനിയും അങ്ങോട്ട് എനിക്ക് പറ്റുന്നിടത്തോളം എൻ്റെ ജീവിതാവസാനം വരെ ഈ പരിശുദ്ധ അമ്മയിൽ ഈശോയിൽ ഞാൻ ആഴത്തിലുള്ള വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഈ മാതാവിൻ്റെ തിരുസനിൽ വെച്ച് പറയുകയാണ്. അതുപോലെ എൻ്റെ കുടുംബവും വളരെ എൻ്റെ ഹസ്ബൻഡാണ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട്. എനിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകണമെങ്കിലും അതുപോലെ എനിക്ക് എപ്പോൾ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു മടിയും കൂടാതെ പള്ളിയിൽ കൃപാസന അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കിത്തെ കാര്യമുള്ളൂ. ഞങ്ങളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, പത്രം കൊണ്ട് ചെല്ലുമ്പോൾ 2-ാം തീയതി ഞാനിവിടെ വരും, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാഹചര്യം അനുകൂലമല്ലേ മാത്രമേ 3-ാം തീയതി ആയി പോകുള്ളൂ. ആ 2-ാം തീയതി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിക്കും ഞങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളോടേക്ക് നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് 2-ാം തീയതി നോക്കിയിരിക്കുവാണോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒത്തിരി കളിയാക്കലുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ പോകുന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ, ഇനിയിപ്പോൾ ഇതാണോ പണി, പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണോ ഇപ്പോഴത്തെ പണി, ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരാളെങ്കിലും വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയെങ്കിൽ
അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്നേഹത്തോടു കൂടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കത് കളിയാക്കലൊന്നും എനിക്ക് വിഷയമല്ല. അപ്പം ഇനിയും എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് പറ്റുന്നിടത്തോളം ഇവിടെ ഈ തിരുസേനയിൽ വരാൻ പറ്റുന്നിടത്തോളം വരെ ഞാനിവിടെ അമ്മയുടെ അടുത്ത് വരും. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും ഫെബിക്ക് ഇത് എൻ്റെ മരുമോനാണ്. ഫെബിക്ക് BP-യുടെ ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ പെട്ടെന്ന് BP കൂടും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. 2 പേരും നേഴ്സുമാരാണ് അപ്പോളോയിൽ, ബോംബെ അപ്പോളോയിൽ. അപ്പോൾ അങ്ങനെ വിഷമം ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മാതാവ് ഈ റിസൾട്ടൊക്കെ ഓരോ ടെസ്റ്റിനൊക്കെ വിടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മാതാവ് റിസൾട്ടൊക്കെ നോർമലായി കിട്ടണം. ഈ കഴിഞ്ഞ മാസം അങ്ങനെ കൊച്ചിന് ഒത്തിരി കൂടുതലായിപ്പോയി. അപ്പം ഞാനിവിടെ ഞങ്ങളിവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ മാതാവെ റിസൾട്ടുകളൊക്കെ നോർമലായി കിട്ടണം, ഒരു കുഴപ്പവും വരില്ലേന്ന്. മാതാവ് അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, എല്ലാ റിസൾട്ടും നോർമലായിട്ട് ഒക്കെ ഞങ്ങൾക്ക് രോഗസൗഖ്യം തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. എനിക്ക് കൂടുതലും പറയാനുള്ള ആന്തരികമായ ഒരു വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ടായി. പക്ഷേ എനിക്ക് ഒത്തിരി സഹനങ്ങൾ വരുന്നുണ്ട്, നമ്മളെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കലും അങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കിപ്പം വലിയ സങ്കടവും വിഷമവും തോന്നാറില്ല. എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയില്ല, മാതാവ് ഈശോയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പം. ഇതൊക്കെയാണ് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ദൈവ അനുഗ്രഹങ്ങൾ. എൻ്റെ പേര് റോണി ലിൻസൺ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ മാസം 8-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ മാതാവ് കൃത്യം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ UK-യിലായിരുന്നു. അവിടെ എൻ്റെ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ UK-യിലേക്ക് പോയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എനിക്ക് എല്ലാ കമ്പനിയിൽ നിന്നും റിജക്ഷൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പപ്പയും അമ്മയും മാതാവിൻ്റെ കാര്യം, കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. മാതാവിൻ്റെ കാര്യം എന്നോട് പറയുകയും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ അവിടെ ആയിരുന്നതിനാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും എൻ്റെ അവസ്ഥകൾ അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്കായിട്ട് പപ്പയുടെ അമ്മയുടെയും കയ്യിൽ കൊടുത്തു വിടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഒരു മെഴുകുതിരിയും ജപമാലയും എൻ്റെ കൂട്ടുകാരൻ വഴി UK-യിലേക്ക് എനിക്ക് തന്നു വിട്ടു. പിന്നീട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ തിരിയും കത്തിച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് പിന്നീടും എനിക്ക് കുറേ റിജക്ഷൻസ് ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ റിജക്റ്റ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് എന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു. എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്കോ ഇഷ്ടപ്പെട്ട് അവർ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിച്ച് അവർക്ക് അവരെനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ അതൊരു ആക്ച്വലി ലണ്ടൻ ബേസ്ഡ് കമ്പനിയായിരുന്നു. ഞാൻ മിഡിൽസ്ബ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി. പോകുന്ന വഴിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഹോപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാതാവിൻ്റെ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു ഇനിഷ്യൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ നമുക്കൊരു അസസ്മെൻറ്റ് തരും, ഒരു പ്രൊജക്റ്റ് തരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കാമെന്ന് അവർ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മിഡിൽസ്ബ്രോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കമ്പനി എന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഈ സെയിം കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്,
റോണി ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും പോകേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഈ പാസ്സായി, റോണി സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ആ ജോലി അന്ന് ലഭിക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനവിടെ ജോയിൻ ചെയ്തു. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ അച്ഛനോടും പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ല, വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പതുക്കെ എൻ്റെ ജോലി തിരക്കുകൾ വന്നത് കാരണം പ്രാർത്ഥന എന്നിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിലുള്ള പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവാതെയായി. അങ്ങനെ പോകും തോറും എൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പെട്ടെന്നാണ് UK ഗവൺമെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ മാറുകയും അതെൻ്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നത്. ഈ കമ്പനി എനിക്ക് ആദ്യം വിസ തരാമെന്ന് പറഞ്ഞിരുന്ന കമ്പനി പിന്നീട് ഈ റൂൾസ് വന്നതോടെ എനിക്ക് വിസ തരില്ല എന്ന് പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവ് ഇന്നും എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ജോലി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ കമ്പനീസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. പക്ഷേ അവർക്ക് ആർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഫൈൽ കണ്ടവർക്ക് ഓക്കെയാണ്, പക്ഷേ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ നാട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ജോലി അമ്മ എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഞാൻ ഈ മാസം 4-ാം തീയതിയാണ് എത്തിയത്. ഫസ്റ്റ് ആഴ്ച തന്നെ 8-ാം തീയതി തന്നെ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തു. ഒരു ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയത്തിലൊക്കെ പോയി ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തു. എന്നും കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഡെയിലി ബ്രെഡ് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് ജോലി നഷ്ടപ്പെട്ട സമയത്തും കുറേ വേറെ രാജ്യങ്ങൾക്കും, ദുബായ്, അങ്ങനെ കുറേ രാജ്യങ്ങൾക്കുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനികളിൽ നിന്നെല്ലാം എനിക്ക് റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ലണ്ടനിലായിരുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് പെട്ടെന്ന് ആളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ കമ്പനിയിൽ നിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത്. സോ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു വിസിറ്റ് വിസ എടുത്ത് ദുബായിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നൊരു കമ്പനിയുടെ കോൺടാക്റ്റ്, ആ കമ്പനിയുടെ കോൺടാക്റ്റിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് തോന്നി എനിക്ക്. ആക്ച്വലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അന്ന് അവർ എന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ വീണ്ടും ഒന്നുകൂടി അവരോടൊന്ന് ചോദിക്കാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, മാതാവ് എന്നോട് തോന്നിപ്പിക്കുക അവർക്കൊന്നുകൂടെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോഴും ആ വേക്കൻസി അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. വിത്തിൻ 1 വീക്ക് വളരെ പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അവർ എൻ്റെ CV നോക്കി അടുത്ത സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എന്നെ സെലക്ട് ആക്കിയതിന് ശേഷം എനിക്കൊരു പ്രൊജക്റ്റ് തരുന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാനല്ല ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിക്കണം, മാതാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പ്രൊജക്റ്റ് തീർത്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് മെയിൽ വരുവാണ്, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ്. അങ്ങനെ 3-ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ സെലക്റ്റായി.
ഞാൻ പറഞ്ഞ സാലറിയിൽ അവരെനിക്ക് ജോബ് ഓഫർ തന്നു. നാളെ ദുബായിക്ക് ഞാൻ പോവുകയാണ്. അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്ന ജോലിയുമായിട്ട് ഞാൻ ദുബായിക്ക് പോവുകയാണ്. അമ്മ മാതാവിന് ഒരുപാട് നന്ദി.